ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പരിപ്പും പച്ചക്കായയും കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു പച്ചക്കായയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു കപ്പ് പരിപ്പിട്ട് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചക്കായയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പരിപ്പും പച്ചക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സീൻ്റെ ജാറിലോട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇത് പേസ്റ്റായി അരച്ചെടുക്കാം. നമ്മൾ അരച്ച് വെച്ച അരപ്പിന് നമുക്ക് ഈ ഒരു വേവിച്ച് വെച്ച പരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം, എത്രത്തോളം വേണമെന്ന് വെച്ചാൽ. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ വെള്ളം ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇത് തിളപ്പിച്ചെടുക്കണം. നമ്മൾ കറി നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതിലോട്ട് കടുക് താളിച്ച് വയ്ക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരുപാട് തേങ്ങയൊന്നും വേണ്ട, കുറച്ച് മാത്രം മതി. കുറച്ച് തേങ്ങ ഇട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ തേങ്ങ ഒന്നൊരു ബ്രൗൺ നിറത്തിൽ വരണം. ഇതിൽ എണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2 വറ്റൽമുളകും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങ നല്ല ബ്രൗൺ നിറമായി വരണം. ആ സമയം നമുക്ക് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ നിറത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പരിപ്പും പച്ചക്കായും കൊണ്ടുള്ള ഒരു അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്